ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കും തുറന്ന കത്ത് അയച്ച് മുനമ്പം ജനത. കത്തിന്റെ ഉള്ളടക്കത്തിലേക്ക്. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും താങ്കളും താങ്കളുടെ പാർട്ടിയും നൽകുന്ന സേവനങ്ങൾക്ക് നന്ദി. ഭാരതത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും ബലപ്പെടുത്തുന്നതിന് ഇനിയും താങ്കൾക്കും പാർട്ടിക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുനമ്പം ഗ്രാമത്തിലെ നിവാസികളായ ഞങ്ങൾ 2013 ഭേദഗതി വരുത്തിയ 1995 വഖഫ് നിയമം മൂലം ഞങ്ങളെയും രാജ്യത്ത് ഉടനീളമുള്ള നിരവധി പൗരന്മാരെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ അനീതിയുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് താങ്കളുടെ പാർട്ടിയുടെ പിന്തുണ തേടുന്നു. മുനമ്പത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പിൻഗാമികൾ എന്ന നിലയിൽ ക്രിസ്ത്യൻ ഹൈന്ദവ വിശ്വാസങ്ങളിൽപ്പെട്ടവരുൾപ്പെടുന്ന 610 കുടുംബങ്ങളുടെ സ്വത്തുക്കൾക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വഖഫ് ബോർഡ് അന്ധമായ അവകാശവാദം ഉന്നയിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടയപ്പെട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ല. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള അവകാശം അന്യമാകാൻ ഈ സാഹചര്യം ഇടയാക്കിയിരിക്കുന്നു. കഷ്ടമെന്നു പറയട്ടെ. പൗരന്മാർ നിയമപരമായി സമ്പാദിച്ച സ്വത്തുക്കൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് പോലും കഴിയുന്നില്ല. വഖഫ് നിയമത്തിലെ പഴുതുകൾ മുതലെടുത്താണ് മുനമ്പത്തെ ഞങ്ങളുടെ ഭൂമി അന്യായമായി അവകാശപ്പെടാൻ വഖഫ് ബോർഡ് തയ്യാറായത്. സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് എഴുതിക്കൊടുത്ത 1950 രേഖയിൽ വഖഫ് എന്ന പദം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബോർഡ് ഞങ്ങളുടെ ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചത്. വഖഫ് എന്ന ആശയത്തിന് തന്നെ നിരക്കാത്ത 2 വ്യവസ്ഥകൾ ആ രേഖയിലുള്ളത് ബോർഡ് കണ്ടില്ലെന്ന് നടിച്ചു. വസ്തുവിൽപ്പനയെ അനുകൂലിക്കുന്ന വാചകവും ചില പ്രത്യേക സാഹചര്യമുണ്ടായാൽ വസ്തു തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയും ആ രേഖ വഖഫല്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദുരവസ്ഥയുണ്ടായി? വഖഫ് നിയമത്തിന്റെ 40(1) സെക്ഷൻ തന്നെയാണ് മുഖ്യവില്ലൻ. തികഞ്ഞ അവ്യക്തതയോടെ ബോധപൂർവം നിർമ്മിച്ചിരിക്കുന്ന ഒരു നിയമമാണത്. ഏതെങ്കിലും വസ്തു വഖഫ് എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനമെടുക്കാനും ആ നിയമം വഖഫ് ബോർഡിനെ അനുവദിക്കുന്നു. വിവരങ്ങളുടെയോ തെളിവുകളുടെയോ കർശനമായ പരിശോധന ഈ വകുപ്പ് നിഷ്കർഷിക്കുന്നില്ല. തൽഫലമായി ശരിയായ അന്വേഷണമോ അറിയിപ്പോ ഇല്ലാതെ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഞങ്ങളുടെ ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചു. ഞങ്ങളറിയാതെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അവർ തടഞ്ഞു. ഈ പ്രക്രിയ വ്യവഹാരങ്ങളിൽ ന്യായമായ വാദം കേൾക്കാനുള്ള ഞങ്ങളുടെ അവകാശമായ ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തിനുള്ള ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തെ നിരാകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റാൻ റവന്യൂ വകുപ്പിനോട് ഉത്തരവിടാൻ വഖഫ് ബോർഡിന് എവിടെ നിന്നാണ് അധികാരം? നിയമസാധുതയുടെ മറവിൽ നിരപരാധികളായ പൗരന്മാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുന്ന വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയാണ് ഈ അനീതികളിലൂടെ തെളിയുന്നത്. വഖഫ് നിയമത്തിലെ 107 സെക്ഷൻ വഖഫ് അവകാശവാദങ്ങൾക്ക് കാലപരിമിതി നിയമം ഒഴിവാക്കിക്കൊടുത്തിരിക്കുന്നു. 1989, 1991 കാലഘട്ടത്തിൽ ഞങ്ങൾ നിയമപരമായി വാങ്ങിയ മുനമ്പം ഭൂമി പതിറ്റാണ്ടുകൾക്ക് ശേഷം വഖഫായി അവകാശവാദമുന്നയിക്കാൻ ബോർഡിന് കഴിയുന്നത് നാശകരമായ ഈ വകുപ്പ് മൂലമാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം ആർട്ടിക്കിൾ 10 പ്രസ്താവിക്കുന്നു. സ്വന്തം അവകാശങ്ങളും കടമകളും നിർണയിക്കുന്നതിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു കോടതിയുടെ ന്യായമായ പൊതുവിചാരണ ലഭിക്കാൻ എല്ലാവർക്കും സമ്പൂർണ്ണ തുല്യതയോടെയുള്ള അവകാശമുണ്ട്. മുനമ്പം നിവാസികളായ ഞങ്ങൾക്ക് ഈ മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. 2009 ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്ന സമയത്തോ 2019 വഖഫ് രജിസ്റ്ററിലേക്ക് എഴുതി ചേർക്കുമ്പോഴോ 2022 റവന്യൂ വകുപ്പ് ഉടമസ്ഥാവകാശം മാറ്റുമ്പോഴോ ഞങ്ങളെ ആരും ഒന്നും അറിയിച്ചിരുന്നില്ല. 1989 മുതൽ നിയമാനുസൃതമായി ഞങ്ങൾ പണം കൊടുത്തു വാങ്ങി മതിയായ രേഖകളോടെ കരമടച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന വഖഫ് ബോർഡ് തന്നെ അതിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് എത്ര നീചവും സ്വാഭാവിക നീതിക്ക് വിരുദ്ധവുമായ ഏർപ്പാടാണ്. 2 കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ അതിലെ ഒരു കക്ഷിക്ക് വിധിയാളനാകാൻ കഴിയുന്നതെങ്ങനെ? നെമോ ജുഡെക്സ് ഇൻ കോസ സ്വാ.
ആരും സ്വന്തം കേസിൽ ജഡ്ജിയായി പ്രവർത്തിക്കരുത് എന്ന നിയമവ്യവസ്ഥയിലെ അടിസ്ഥാന തത്വം അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകാനാകും? മാത്രമല്ല, വഖഫ് ട്രിബ്യൂണൽ മതേതര സ്വഭാവമുള്ള ഒരു കോടതിയേയല്ല. ട്രിബ്യൂണൽ ഒരു കാര്യം തീർപ്പാക്കുമ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്ടോ കർശനമായി പാലിക്കണമെന്ന് ഒരു നിർബന്ധവും വഖഫ് ആക്ടിൽ ഇല്ല. ഉദാഹരണത്തിന്, ട്രൈബ്യൂണലിൽ ഒരു ഭൂമി വഖഫല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളത് അത് പിടിച്ചെടുത്ത വഖഫ് ബോർഡിനല്ല, മറിച്ച് ഇരകളായ ഉടമസ്ഥർക്കാണ്. കൂടാതെ ഇന്ത്യൻ നിയമവും ഇന്ത്യൻ കോടതികളും ശരിയായ തെളിവായി പരിഗണിക്കുന്ന നമ്മുടെ റവന്യൂ രേഖകൾക്ക് ട്രിബ്യൂണലിൽ ഒരു വിലയുമില്ല. ട്രിബ്യൂണലിന്റെ വിചാരണയുടെയും വിധി തീർപ്പിന്റെയും നടപടിക്രമങ്ങൾ കേരള വഖഫ് റൂളിൽ വ്യക്തതയോടെ പരസ്യമാക്കാത്തത് സുതാര്യതയുടെ അഭാവം സൃഷ്ടിക്കുന്നു. വ്യത്യസ്ത യോഗ്യതകളുള്ള 3 അംഗങ്ങളുടെ ഫുൾ ബെഞ്ചാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഭയാനകമെന്ന് പറയട്ടെ, അവരിൽ 2 പേർക്ക് സിവിൽ നിയമത്തിൽ പ്രാവീണ്യമുണ്ടായിരിക്കണമെന്നില്ല. മൂവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വ്യക്തമല്ല. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഐക്യം എന്നീ മൂല്യങ്ങളുടെ പച്ചയായ നിഷേധമാണ് വഖഫ് നിയമത്തിന്റെ നടപ്പാക്കലിലൂടെ ഞങ്ങൾ മുനമ്പംകാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് 600 കുടുംബങ്ങളുടെ സ്വത്ത് വഖഫ് ബോർഡ് അന്യായമായി തട്ടിയെടുത്തു. ഇത് നിയമത്തിന്റെ ആധികാരികതയില്ലാതെ ഒരു വ്യക്തിയുടെയും സ്വത്ത് നഷ്ടപ്പെടില്ല എന്ന ആർട്ടിക്കിൾ 300A വിരുദ്ധമാണ്. വഖഫ് ഭേദഗതി ബിൽ 2024 പ്രകാരം പൗരന്മാർക്ക് പ്രയോജനകരമായ ക്ലോസുകൾ ഇവയാണ്. സെഷൻ 3I വാക്കാലുള്ള വഖഫ് നീക്കം ചെയ്യുന്നതിലൂടെ വഞ്ചനാപരമായ അവകാശവാദങ്ങൾക്ക് തടയിടാനും അവകാശവാദങ്ങളിൽ വ്യക്തതയും കൃത്യതയും നിലനിർത്താനും ഇടയാകും. ഏത് വ്യക്തിക്കും വഖഫ് ചെയ്യാം എന്ന് 2013 ദുരുദ്ദേശപരമായി കൂട്ടിച്ചേർത്ത ഭേദഗതി സെക്ഷൻ 3(6) നിന്ന് എടുത്തുകളയാനുള്ള നിർദ്ദേശം മറ്റ് മതസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഒന്നാണ്. പുതിയ ഉപവകുപ്പ് 36(10) വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളുടെ സാധ്യതയെ തടയും. ഗിഫ്റ്റ് ഡീഡ് എഴുതിക്കഴിഞ്ഞ് 58 വർഷത്തിനു ശേഷമാണ് 2009 മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നോർക്കുക. സെക്ഷൻ 40 നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ആക്ടിന്റെ ഭരണഘടനാ വിരുദ്ധതയ്ക്ക് തടയിടാനും ആർട്ടിക്കിൾ 300A പുനഃസ്ഥാപനത്തിനും കാരണമാകും. ജില്ലയിലെ പരമോന്നത റവന്യൂ അധികാരിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നീതിപൂർവകമായ തീരുമാനത്തിന് കളമൊരുക്കുകയും ചെയ്യും. വഖഫ് 52A 1 ഉന്മൂലനം നിരപരാധികളുടെ മേൽ കുതിര കയറുന്ന വഖഫ് ബോർഡിന്റെ ശൈലികൾക്ക് കടിഞ്ഞാണിടാൻ സഹായകമാകും. ഇപ്പോൾ വാംസി പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമനുസരിച്ച് ഈ വകുപ്പ് മുനമ്പം നിവാസികളുടെ മേൽ നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിഇഒ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കിയതുമാണ്. മുനമ്പംകാരുടെ പ്രക്ഷോഭത്തിലൂടെ നിലവിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ബോർഡ് തൽക്കാലം അടങ്ങിയിരിക്കുന്നത്. സെക്ഷൻ 52 4 പരിഷ്കരണം ഇരകൾക്ക് കോടതിയിൽ അപ്പീൽ നൽകാനും കൂടുതൽ നിയമപരിരക്ഷ ലഭിക്കാനുമുള്ള സാധ്യതയുളവാക്കും. സെക്ഷൻ 83 4 ഭേദഗതിയിലൂടെ ട്രൈബ്യൂണൽ അംഗങ്ങളെ 3 നിന്ന് 2 കുറയ്ക്കുന്നത് സമുചിതമാണ്. അത് യഥാർത്ഥ ജഡ്ജിയായ ട്രൈബ്യൂണൽ ചെയർമാന് കൂടുതൽ അധികാരങ്ങൾ ഉറപ്പാക്കുകയും മതപരമായ അനാവശ്യ ഇടപെടലുകളും പിടിവാശികളും ഒഴിവാക്കുകയും നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യും. സെക്ഷൻ 83 9 ഭേദഗതി ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അനുവദിക്കുന്നു. അത് മേൽക്കോടതിയുടെ ഫലപ്രദവും സത്വരവുമായ ഇടപെടൽ സാധ്യമാക്കുന്നു. 6 മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ കാലതാമസത്തിനുള്ള രേഖാമൂലമുള്ള ന്യായീകരണത്തോടെ അടുത്ത 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കേണ്ടതാണെന്ന് സെക്ഷൻ 84 പുതിയ വ്യവസ്ഥ നിഷ്കർഷിക്കുന്നു. ഇത് ഇരകൾക്ക് സമയബന്ധിതമായ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തുറന്നിടുന്നു. സെക്ഷൻ 108A ഒഴിവാക്കുന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. വസ്തുസമ്പത്തിയായ ഇന്ത്യയിൽ നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കെല്ലാം ഉപരിയായി വഖഫ് നിയമത്തിന് സ്ഥാനം നൽകുന്നതാണ് നിലവിലെ നിയമം. അങ്ങനെ ശരിയത്ത് നിയമത്തിന്റെ പരമാധികാരം എല്ലാവരുടെയും മേൽ ബാധകമാക്കിയിരിക്കുന്നു. 2024 ബില്ല് അത്തരം മതാധിനിവേശങ്ങളെ തടഞ്ഞ് മതേതരത്വത്തെ സംരക്ഷിക്കുന്നു. ഭേദഗതി ബില്ലിലെ പോരായ്മകൾ ഇവയാണ്. വഖഫ് ട്രിബ്യൂണൽ നിർത്തലാക്കപ്പെട്ടിട്ടില്ല. സിവിൽ നടപടികളുടെ കോഡ്, ഇന്ത്യൻ തെളിവ് നിയമം എന്നീ മതേതര നടപടിക്രമങ്ങൾ പാലിക്കാൻ നിഷ്കർഷയില്ലാത്ത ട്രിബ്യൂണൽ നിർത്തലാക്കപ്പെടേണ്ടതാണ്.
1995 മുമ്പുള്ളതുപോലെ എല്ലാ വഖഫ് വിഷയങ്ങളും സിവിൽ കോടതിയുടെ കീഴിൽ കൊണ്ടുവരണം. ഭേദഗതികൾക്ക് മുൻകാല പ്രാബല്യം നൽകിയിട്ടില്ല. നിലവിലുള്ള അനീതികളെ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് ഭേദഗതിയിൽ മുൻകാല വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം. അടുത്തത് വഖഫ് ഉദ്യോഗസ്ഥരുടെ ഭൗതികവും നിയമപരവുമായ കഴിവില്ലായ്മയ്ക്കും നിഷ്പക്ഷതാരാഹിത്യത്തിനും ഉത്തമോദാഹരണമാണ് 2009 ജൂൺ 24-ന് യാതൊരു അന്വേഷണവും പഠനവും കൂടാതെ മുനമ്പം ഭൂമി വഖഫാണെന്ന് സിഇഒ TM ജമാൽ പുറപ്പെടുവിച്ച കൽപ്പനയും ലളിതമായ കോടതി ഉത്തരവുകൾ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് വഖഫ് രജിസ്റ്ററിലേക്ക് മുനമ്പം 2019 മാർച്ച് 19-ന് എഴുതിച്ചേർത്തുകൊണ്ട് സയ്യിദ് റഷീദ് അലി തങ്ങൾ പുറപ്പെടുവിച്ച ഉത്തരവും. അതിൽ ലളിതമായ കോടതി ഉത്തരവുകൾ പോലും തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. നിലവിൽ വഖഫ് ബോർഡ് അംഗങ്ങളുടെയും സിഇഒമാരുടെയും നിയമനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം മാത്രമേയുള്ളൂ. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ യോഗ്യതകളും സമഗ്രതയും വേണ്ടവിധം നിർവചിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന ഇതാണ്. 1995-ലെ വഖഫ് നിയമത്തിലെ ഭേദഗതികളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും ജാതിമത ഭേദമന്യേ ഏവർക്കും നീതി ലഭിക്കാനും വഖഫ് ആക്ടിലെ ക്രൂരമായ വ്യവസ്ഥകൾ നിർവീര്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ വഖഫ് നിയമ ഭേദഗതികൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതര അടിത്തറയെ ശക്തിപ്പെടുത്തും. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. അങ്ങനെ ആകാതിരിക്കാൻ ഞങ്ങളെന്നും ജാഗ്രത പുലർത്തും. നിങ്ങളും കൂടെയുണ്ടാകുമല്ലോ. മേലിൽ പൗരന്മാർക്ക് ദ്രോഹകരവും മതേതരത്വ വിരുദ്ധവുമായ ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഒരിടത്തും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പാർട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുമെന്നും നിയമത്തിന്റെ ന്യായവും ശരിയായതുമായ ഭേദഗതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയവായി ഇന്ത്യൻ ഭരണഘടനയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, എന്നാൽ കഴിഞ്ഞ 3 വർഷമായി അകാരണമായ നീതിനിഷേധം മൂലം ക്ലേശിക്കുന്ന ഒരു ജനതയുടെ വിലാപമായി ഈ കത്ത് പരിഗണിക്കുക. ഒപ്പം ഇത്തരം അവസ്ഥയിൽ ഇന്ത്യയിലെ മറ്റൊരു ജനസമൂഹവും വന്നുപെടാതിരിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമായും ഇത് കാണുക. നിങ്ങളുടെ പരിഗണനയ്ക്കും കരുതലിനും പ്രത്യേകം നന്ദി. വിശ്വസ്തയോടെ മുനമ്പം ഗ്രാമത്തിലെ ജനങ്ങൾ, എറണാകുളം ജില്ല, കേരളം. ഇത് കാണുക. നിങ്ങളുടെ പരിഗണനയ്ക്കും കരുതലിനും പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്.